ഗസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ ലോകരാജ്യങ്ങളുടെ പ്രതിഷേധമുയരുന്നതിനിടെ പിന്നിട്ട 24 മണിക്കൂറിനിടെ പട്ടിണി മൂലം 11 പേർ കൂടി മരണപ്പെട്ടു. ഇതോടെ ഗസയിൽ പട്ടിണി കിടന്ന് മരിച്ചവരുടെ എണ്ണം 212ആയി. ഗസയെ സൈനികമായി കീഴ്പ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങണമെന്ന് സൗദി, ജോർദാൻ, തുർക്കി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ നീക്കത്തെ US പിന്തുണയ്ക്കുകയാണ്. തീരുമാനങ്ങൾ ഇസ്രായേലിന്റേതാണെന്നായിരുന്നു പരോക്ഷ പിന്തുണയറിയിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഭക്ഷണം എയർ ഡ്രോപ്പ് ചെയ്യുന്നത് നിർത്തി കരമാർഗം കൂടുതൽ സഹായ ട്രക്കുകൾ അനുവദിക്കണമെന്ന് UN ഏജൻസികൾ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി MCA നാസർ ചേരുകയാണ്. MCA, ഓരോ ദിവസം കഴിയുമ്പോഴും ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമം കാരണം ഗസയിൽ പട്ടിണി അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണോ? വീണ്ടും ഓരോ ദിവസവും കൂടുതൽ പേർ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ അവിടെ? ദിവ്യ, തീർച്ചയായിട്ടും നേരത്തെയൊക്കെ ദിനംപ്രതി 1, 2 എന്ന തോതിലായിരുന്നു പട്ടിണി മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ സ്ഥിതി മൊത്തം മാറുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ 11 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ അധികവും കുട്ടികളാണ്. ഇപ്പോൾ 212 ഈ പട്ടിണി മൂലം മരണപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ 212-ൽ 100-ലേറെയും കുട്ടികളാണ് എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഭക്ഷ്യവസ്തുക്കൾ ഗസയിലേക്ക് അനുവദിക്കാനുള്ള നീക്കത്തിൽ വീണ്ടും ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. കാരണം നേരത്തെയൊക്കെ 40-ഉം 50-ഉം ട്രക്കുകൾ അനുവദിച്ചിടത്ത് ഇപ്പോൾ അനുവദിക്കുന്ന ട്രക്കുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിതരണ സംവിധാനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുമെന്നും കൂടുതൽ കേന്ദ്രങ്ങൾ തുറക്കുമെന്നും അമേരിക്കയും ഇസ്രായേലും വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും മുന്നോട്ട് പോയിട്ടില്ല. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഈ ഒരു വംശഹത്യാ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ കൂടി വ്യക്തമാക്കുന്നത്. കാരണം ലോകരാജ്യങ്ങളൊക്കെ വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും ഭക്ഷ്യവിഭവങ്ങളോ കുടിവെള്ളമോ അതോടൊപ്പം തന്നെ മറ്റ് മരുന്നുൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കളോ ഗസയിലേക്ക് അനുവദിക്കാൻ പോലും തടസ്സം നിൽക്കുന്ന ഇസ്രായേലിനെയാണ് നമ്മൾ കാണുന്നത്. അനുവദിക്കുന്ന ട്രക്കുകൾ പോലും ഇസ്രായേലുമായി ചേർന്ന് ചില സംഘങ്ങൾ കൊള്ളയടിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ആ അവസ്ഥ വീണ്ടും നിലനിൽക്കുകയും അതോടൊപ്പം തന്നെയാണ് ആശുപത്രികളിൽ ഇന്ധനമില്ലാത്തത് മൂലം മിക്ക ആശുപത്രികളുടെയും പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ആവശ്യമുള്ള മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളോ മരുന്നോ ഇല്ലാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കുടിവെള്ള സംഭരണികൾ ആക്രമണത്തിൽ തകർന്നത് മൂലം മിക്ക സ്ഥലങ്ങളിലും നല്ല കുടിവെള്ളം പോലും കുടിക്കാനില്ലാത്തൊരവസ്ഥ കൂടി ഗസയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും പകർച്ചവ്യാധികൾ പടരാൻ ഇടയാക്കും. അതോടുകൂടി ഈ പട്ടിണി മൂലമുള്ള മരണത്തോടൊപ്പം തന്നെ രോഗം പിടിപെട്ടുള്ള മരണങ്ങളും വലിയ തോതിൽ തന്നെ ഉയരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് UN ഏജൻസികൾ നൽകുന്നത്. അതേ സമയം തന്നെയാണ് ഗസ പൂർണ്ണമായിട്ടും സൈനികമായി കീഴ്പ്പെടുത്താനുള്ള ഒരു നീക്കവുമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. അതിന് മന്ത്രിസഭ കൂടി അനുമതി നൽകിയതോടുകൂടി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആശങ്കയിലാണ് ഗസയിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഇന്ന് മുന്നോട്ട് പോകുന്നത്. ദിവ്യ, ഇതിനിടെ ഈ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ കൂടുതൽ ഏതൊക്കെ രാജ്യങ്ങളാണ് എതിർപ്പുന്നയിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്? MCA ദിവ്യ, നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് തന്നെ ഇപ്പോൾ ഞായറാഴ്ച അടിയന്തരമായിട്ടുള്ള അറബ് ലീഗ് നേതൃയോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കാരണം ഈ സ്ഥിതിഗതികളിൽ ഇനിയും നിസ്സംഗത പാലിക്കുകയാണെങ്കിൽ ഇവർ ജനതയെ പൂർണ്ണമായി തന്നെ വംശഹത്യ നടത്താനുള്ള ഇസ്രായേൽ പദ്ധതി ഈ വിജയം കാണുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത്തരമൊരു അവസ്ഥയെ ഏതൊക്കെ വിധത്തിൽ ചെറുക്കാൻ സാധിക്കുമെന്ന് ആരായുന്നതിന് വേണ്ടിയാണ് ഞായറാഴ്ച അടിയന്തര അറബ് ലീഗ് നേതൃയോഗം ചേർന്നിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ തന്നെ ജർമ്മനിയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും അതിശക്തമായിട്ടുള്ള നിലപാടുകൾ ഇക്കാര്യത്തിൽ കൈക്കൊണ്ടിരുന്നു. ഇന്നിപ്പം രാത്രി UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രധാന വൻശക്തി രാജ്യങ്ങളൊക്കെ തന്നെയും അതിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. റഷ്യയും ചൈനയും നിലവിലുള്ള ഈ ഒരു അവസ്ഥയിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തുക മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മുന്നോട്ട് വെച്ച ഈ ഗസ പിടിച്ചെടുക്കൽ ആ പദ്ധതി ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് സിവിലിയൻ കൂട്ടക്കുരുതിയും മേഖലയിൽ വലിയ അരക്ഷിതാവസ്ഥയിലേക്കും വഴിയൊരുക്കുമെന്ന മുന്നറിയിപ്പാണ് വൻശക്തി രാജ്യങ്ങളായിട്ടുള്ള റഷ്യയും ചൈനയും നൽകുന്നത്. ബ്രിട്ടനും ഇതിനോടുള്ള തങ്ങളുടെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളും അതിശക്തമായിട്ടുള്ള നിലപാടാണ് ഇതിൽ കൈക്കൊണ്ടിരിക്കുന്നത്. ജർമ്മനി ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതി നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം ഇന്നലെ കൈക്കൊണ്ടിരുന്നു. അതോടൊപ്പം കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളും ആ സമാനമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇന്ന് രാത്രി ചേരുന്ന UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗത്തിൽ ഈ രാജ്യങ്ങൾ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കും. എന്തായാലും ഈ പുതുതായിട്ട് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്ന
ഈ പദ്ധതി നിലവിലുള്ള ഈ മാനുഷിക ദുരന്തം അതിഭീകരമായ സ്വഭാവത്തിൽ തന്നെ വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉതകുകയുള്ളൂ. അത്തരമൊരു നീക്കത്തിൽ നിന്ന് ഇസ്രായേൽ പിന്തിരിയണമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാലും രാത്രി ചേരുന്ന UN രക്ഷാസമിതി യോഗം ഇക്കാര്യത്തിൽ കുറെ കൂടി ശക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദിവ്യ.